ആ പ്രോഗ്രസ് റിപ്പോർട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാലോ. ആ പ്രോഗ്രസ് റിപ്പോർട്ട് പണ്ടുണ്ടായിരുന്ന 328 പേജ് അത് 24 പേജായിട്ട് ഇപ്പൊ തന്നെ കുറച്ചു. എന്താണ് ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗവൺമെന്റിനുള്ള അവകാശവാദം? എന്താണ്? എന്ത് അവകാശവാദമാണ് സർക്കാരിനുള്ളത്? അതായത് 10 വർഷം കൊണ്ടാണ് 5 ലക്ഷം വീട് പണിതെന്ന് പറഞ്ഞത്. അത് 2016 വാഗ്ദാനമാണ് 5 ലക്ഷം വീട് പണിയാന്നുള്ളത്, അല്ലേ? അപ്പൊ അത് ഇപ്പൊ 10 വർഷം കൊണ്ട് 5 ലക്ഷം വീട് പണിതെന്നാ. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 5 കൊല്ലം കൊണ്ട് 4,43,000 വീട് പൂർത്തിയാക്കുകയും 50,000 വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. ആ 50,000 കൂടി ഇവരുടെ 5 ലക്ഷത്തിൽ കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് 10 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടും ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 5 ലക്ഷം വീടുമാണ് പണിത്. അപ്പോ ആ ഭവന നിർമ്മാണത്തിന്റെ കാര്യം 10 കൊല്ലം കൊണ്ടാണെന്നുള്ളത് മറച്ചു വെച്ചിട്ടാണ് ഈ പ്രോഗ്രസ് കാർഡ് ഇറക്കിയിരിക്കുന്നത്. രണ്ടാമത് 2021 തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്തായിരുന്നു? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1,600 രൂപയിൽ നിന്ന് 2,500 രൂപയാക്കുമെന്ന്. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിക്കൊടുത്തില്ല. കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ്, തൊട്ട് മുമ്പ് 4.25 കൊല്ലം 1,600 രൂപ തന്നെയായിരുന്നു. 1 രൂപ കൂട്ടിയില്ല. വാഗ്ദാനമായിരുന്നു. എന്നിട്ട് ഇപ്പോ 400 രൂപ കൂട്ടി. അപ്പൊ ഇവര് പറഞ്ഞ 2,500 എവിടെ പോയി? അപ്പൊ ജനങ്ങളെ കബളിപ്പിച്ചു. ഞങ്ങൾക്ക് 1,600 രൂപയുടെ പെൻഷൻ 2,500 രൂപ ആക്കി തരാം എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് തേടി അധികാരത്തിൽ വന്ന ആളുകൾ 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടാതെ അവസാനത്തെ 3 മാസം തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകത്ത് 400 രൂപ കൂട്ടി. അപ്പോൾ 2,500 ആക്കിയില്ല. എന്താ പറഞ്ഞത്? റബ്ബറിന് 250 രൂപ ആക്കുമെന്ന് പറഞ്ഞു. അത് പാലിച്ചോ? അത് പാലിച്ചില്ല. വാഗ്ദാനം പാലിച്ചില്ല. ഒരു വാഗ്ദാനവും പാലിച്ചില്ല. മാത്രമല്ല, പിന്നീട് ആരോഗ്യരംഗത്ത് കാരുണ്യ പദ്ധതി അടക്കമുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ മുഴുവൻ പദ്ധതികളിലെ കടമാക്കി. കാരുണ്യ ബെനവലന്റ് പദ്ധതി കടമാക്കി. ഹൃദ്യം പദ്ധതി ഇല്ലാതായി. ആശ്വാസകിരണം ഇല്ലാതായി. നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യരംഗത്തുണ്ടായിരുന്ന പദ്ധതികൾ പോലും ഇല്ലാതാക്കി. ആരോഗ്യരംഗത്തെ താറുമാറാക്കി, വെന്റിലേറ്ററിലാക്കി. ആണല്ലോ, ശരിയാണല്ലോ. വേറൊരു കാര്യം അറിയാവുന്നത്, മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിച്ചു എന്നാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ മണ്ണെണ്ണയ്ക്ക് 40 രൂപ മാർക്കറ്റിൽ വിലയുണ്ടായിരുന്നപ്പോൾ 25 രൂപ സബ്സിഡി കൊടുത്തു. ഇപ്പൊ മാർക്കറ്റിൽ 110 രൂപയാണ്. 1 രൂപ സബ്സിഡി കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ 25 രൂപയുടെ സബ്സിഡി പോലും ഇപ്പൊ കൊടുക്കുന്നില്ല. ഇപ്പൊ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അവരെ കളിപ്പിച്ചു. പിന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പച്ചക്കള്ളങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചെന്ന്. ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഭൂമി പ്രശ്നങ്ങളും പരിഹരിച്ചെന്ന് എഴുതിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ, ഏത് ഭൂമി പ്രശ്നമാണ് പരിഹരിച്ചത്? നിങ്ങൾക്കറിയാം, പട്ടയ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നു. സുപ്രീം കോടതിയിലെ CHRന്റെ കേസ് നിൽക്കുന്നു. പട്ടയ കേസ് ഹൈക്കോടതിയിൽ നിൽക്കുന്നു. അതായത് റവന്യൂ ഭൂമി പോലും ഇവര് വിജ്ഞാപനമിറക്കി വനഭൂമിയാക്കി മാറ്റി. ഡീനോട്ടിഫൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ വാക്ക് പാലിച്ചില്ല. CHRലെ പ്രശ്നങ്ങളുണ്ട്. കുത്തകപ്പാട്ടം കൊടുക്കുന്നില്ല. ഏലം കുത്തകപ്പാട്ടത്തിന്റെ ഇത് കൊടുക്കുന്നില്ല. വ്യാപകമായ ഭൂമി പ്രശ്നങ്ങളാണ് ഈ ജില്ല മുഴുവൻ, ഇടുക്കി ജില്ല മുഴുവൻ. എന്നിട്ട് പച്ചക്കള്ളം പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചു എന്നുള്ള നുണയാണ്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ മുഴുവൻ നുണയാണ്. പിന്നൊന്ന് പറഞ്ഞിരിക്കുന്നത്, വിഴിഞ്ഞം തുറമുഖം അവരാണ് കൊണ്ടുവന്നതെന്ന്. അതെങ്ങനെ കൊണ്ടുവന്നത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുഴുവൻ അനുമതികളും മേടിച്ച് സ്ഥലം അക്വയർ ചെയ്ത് കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കൌണ്ട് ഡൌൺ ആരംഭിച്ചാണ്. അന്നത് 6,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാ. ഇപ്പൊ നാണമുണ്ടോ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ? അത് കടൽ കൊള്ളയെന്നാണ് ദേശാഭിമാനി വിശേഷിപ്പിച്ചത്. അതിപ്പോ സ്വന്തം നേട്ടത്തിലാക്കുകയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നാണ് രണ്ടാമത്തെ അവകാശവാദം. ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ, അത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് പ്രസംഗിച്ച ആളാണ്. അത് നടത്തരുതെന്ന് പ്രസംഗിച്ച ആളാണ് P. രാജീവ്, ഇന്നത്തെ വ്യവസായ മന്ത്രി. എന്നിട്ട് ഗെയിൽ പൈപ്പ് ലൈനിന്റെ അവകാശവാദം അവരെടുക്കുകയാണ്. ഇതിനേക്കാൾ കള്ളങ്ങൾ നിറച്ച, നുണകൾ നിറച്ച മറ്റൊരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പേരിൽ ഇറക്കിയിരിക്കുന്ന വേറെ സംഭവമില്ല. ഓരോ വകുപ്പെടുത്തോ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുളവാക്കിയില്ല. വിദ്യാഭ്യാസ രംഗം
9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലറില്ല, നിരവധി കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല, കാലഹരണപ്പെട്ട കോഴ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. പഠിക്കാൻ ആളില്ല. ഈ കോഴ്സൊന്നും പിള്ളേർക്ക് വേണ്ട. അവര് പോവാണ് പുറത്തോക്കി. ഇത് എന്ത് ഉന്നത വിദ്യാഭ്യാസ രംഗമാണ്? കാർഷിക മേഖലയിൽ നെല്ല് സംഭരണം പാളി. അസലായിട്ട് 100% പൂർണ്ണതയോടുകൂടി നെല്ല് സംഭരണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്ന നെല്ല് സംഭരണം ഇവര് തകർത്ത് തരിപ്പണമാക്കി. നെല്ല് സംഭരണം, നാളികേര സംഭരണം എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് നാളികേര സംഭരണം നടന്നത്? റബ്ബറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വിലയിടിഞ്ഞ് കർഷകർ സങ്കടത്തിലാണ്. ഇവര് പ്രഖ്യാപിച്ച ഒരു പാക്കേജും ഇവർ ഒരു സ്ഥലത്തും നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ കള്ളങ്ങളെല്ലാം എഴുതി വെച്ച് കെട്ടിവെച്ചിരിക്കുന്ന നുണയുടെ ഒരു സംഭവമാണ്. അതിൽ പോലും പറയാനോ അവകാശപ്പെടാനോ ഒന്നുമില്ലാത്ത പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അത് കേരളത്തിലെ ഞങ്ങൾ ഈ സർക്കാരിനെതിരായി അവതരിപ്പിച്ച ഒരു കുറ്റപത്രമുണ്ട്. ആ കുറ്റപത്രം ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടും. അതിന്റെ ശിക്ഷയും ജനങ്ങൾ 9-ാം തീയതി വിധിക്കും. രീതിയിലുള്ള വിമർശനമാണ് CM ഉന്നയിച്ചത്. വയനാട്ടിലെ ശ്രുതിക്ക് ആദ്യം വീട് കൊടുക്കട്ടെ, അതിനുശേഷം ഇന്ദിരാഗാന്ധിയെ കുറിച്ചും മറ്റു ആവാസ പദ്ധതികളെ കുറിച്ചൊക്കെ സംസാരിക്കാം. അതൊക്കെ മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് യോജിച്ചൊരു മറുപടിയാണോ? മറുപടി പറയാനില്ല. ഞങ്ങൾ പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങളിലെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് കോൺഗ്രസ്. തെലങ്കാനയിൽ ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ രാജസ്ഥാനിൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കർണാടകത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്ന് 100 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ച പരിപാടികൾ നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതാണ് പിണറായി വിജയനുള്ള മറുപടി എന്ന് പറയുന്നത്. അതാണ് പ്രഖ്യാപിച്ചിട്ടുള്ള പരിപാടികൾ ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് എല്ലാ സംസ്ഥാനത്തും. അല്ല, അത് MLA അവിടെ അത് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിന്റെ നടപടിക്രമങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇവരിപ്പോ കള്ളത്തരം വ്യാപകമായി പ്രചരിപ്പിച്ചു. പൈസ മുഴുവൻ അവിടെ വയനാട്ടിൽ അടിച്ചുപോയി. വയനാട്ടിലെ ബാങ്ക് അക്കൌണ്ടിലെ KPCC പ്രസിഡന്റ് ഹാജരാക്കിയത് അത് ഒഴുകി തീർന്നല്ലോ. പച്ചക്കള്ളങ്ങളുടെ ചീട്ടുകൊട്ടാരം മുഴുവൻ വീണല്ലോ. ശരിക്കും ശവം തൂക്കി ആരാ? പയ്യന്നൂരിലെ രക്തസാക്ഷിയുടെ ഫണ്ടും ഇവിടുത്തെ അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ടും തിരുവനന്തപുരത്തെ വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ടും പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത കുട്ടികളുടെ പേരിൽ രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് അത് അടിച്ചു മാറ്റിയ CPM ആണ് ശവം തൂക്കി. ശവന്തീനികളാണ്. ശവം തൂക്കികളല്ല, ശവന്തീനികൾ, പാവപ്പെട്ട. എന്നിട്ട് ആ അമ്മയുടെ കരച്ചിൽ, അഭിമന്യുവിന്റെ അമ്മയുടെ കരച്ചിലല്ലേ മാർക്കറ്റ് ചെയ്ത് ഞാൻ പെറ്റ മകനെ എന്റെ റാസാവേ എന്ന് വിളിച്ച് ചങ്ക് പൊട്ടിയുള്ള ഒരു അമ്മയുടെ കരച്ചിലുണ്ട് മകൻ കിടക്കുമ്പോ. ഞങ്ങൾക്കൊക്കെ വിഷമമായതാ. അത് വിറ്റ് അത് മാർക്കറ്റ് ചെയ്ത CPM ഇപ്പൊ അവനെ കൊന്ന SDPIയുമായിട്ട് ചങ്ങാത്തമാണ്. മനസ്സിലായി? ആ അമ്മയുടെ കാൽക്കൈ ഇവിടെ വന്ന് ജില്ലയിൽ വന്ന് ആ അമ്മയുടെ കാൽക്കൽ വീണ് പിണറായി വിജയൻ മാപ്പ് ചോദിക്കട്ടെ, എന്നിട്ട് പറയട്ടെ രാഷ്ട്രീയം. SDPIയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് CPM ജനറൽ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് UDF ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് CPM സെക്രട്ടറി അല്ലേ പറഞ്ഞത്? പിണറായി വിജയൻ പറഞ്ഞില്ലല്ലോ. ആ CPM സെക്രട്ടറിക്ക് വല്ല കാര്യമുണ്ടോ? MA ബേബിയോട് പറയേണ്ടത്, MA ബേബിയോട് ആ 24-ാം പാർട്ടി കോൺഗ്രസിൽ ഒരു ഖണ്ഡിയുണ്ട്. പിണറായി വിജയൻ അത് വായിച്ചിട്ടില്ലാന്ന് എനിക്കറിയാം. ഞാൻ വായിച്ചിട്ടുണ്ട്. CPMന്റെ പാർട്ടി കോൺഗ്രസിലെ 24-ാം പാർട്ടി കോൺഗ്രസിലെ ഖണ്ഡിയ. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് തീവ്രവാദ സംഘടനയാണ് SDPI എന്ന്. പിണറായി വിജയൻ വായിച്ചിട്ടില്ലെങ്കിൽ MA ബേബി അതിന്റെ ഒരു കോപ്പി എടുത്ത് അയച്ച് പിണറായി വിജയന് കൊടുക്കുക. പാർട്ടി കോൺഗ്രസ് എന്തുട്ട് പാർട്ടി കോൺഗ്രസ്? പിണറായി വിജയന് MA ബേബി ഏത് പോളിറ്റ് ബ്യൂറോ? അദ്ദേഹം തീരുമാനമെടുക്കും. അതങ്ങ് പാർട്ടിയിലെ വിദൂഷകന്മാരെല്ലാവരും ചേർന്ന് അത് നടപ്പാക്കും. അങ്ങനത്തെ പാർട്ടിയാണ്. പാർട്ടി കോൺഗ്രസിൽ ഒന്ന് എഴുതി വെച്ചിട്ട് SDPI എന്താ ME എന്ന് എന്താ പറഞ്ഞത്? SDPI പുറത്തുനിന്ന് പിന്തുണച്ച് ഞങ്ങൾ എന്ത് പറയുന്നത് ചോദിച്ചത് അല്ലേ ചോദിച്ചത്? അത് തന്നെയല്ലേ മുഖ്യമന്ത്രിയും ചോദിച്ചത്. അവര് പുറത്തുനിന്ന് പിന്തുണച്ച എന്ത് ചെയ്യുമെന്ന്. പാർട്ടി കോൺഗ്രസിൽ ഇത് എഴുതി വെച്ചേക്കുവാ. വലിയ ചർച്ച. എന്താണ് പാർട്ടി കോൺഗ്രസ്? പാർട്ടി കോൺഗ്രസിലെ ചർച്ചയൊക്കെ എന്തൊരു സംഭവമാണ്. അത് എഴുതി വെച്ചാൽ പറഞ്ഞു. എന്റെ അടുത്തുണ്ട് കോപ്പി പാർട്ടി കോൺഗ്രസിന്റെ. നിയമത്തെ വോട്ട് നൽകാമെന്ന് പറഞ്ഞവരുടെ വായ പൊത്തില്ലെന്നും കൂടി പറഞ്ഞു. അത് തന്നെ പറഞ്ഞത്, പച്ചയ്ക്ക് പറയാണ്. എന്നിട്ട് 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പൊ 4 വോട്ടിന് വേണ്ടി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്ത്. അദ്ദേഹം തന്നെ SDPI ആയിട്ട് ബന്ധമാവാം, PDP ആയിട്ട് ബന്ധമാവാം, RSS ആയിട്ട് ബന്ധമാവാം, എല്ലാ ബന്ധമാവാം. മനസ്സിലായില്ല? ക്ലിയർ ആണല്ലോ. ഇതിനൊക്കെ വ്യാഖ്യാനങ്ങളാണല്ലോ. വ്യാഖ്യാനം എന്തായാലും അവരുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് ക്ലിയർ ആണല്ലോ. ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ പറയണ്ടേ? ഞങ്ങൾ പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് ചേർന്നു. ഇത് 3 മുന്നണികളും ഈ ആക്ഷേപം നേരിടുന്നു. ഞങ്ങളൊന്നും നേരിടുന്നില്ല. ഞാനൊരു കാര്യം പറയാം. വളരെ മുനാഫിക് എന്ന് പറഞ്ഞാൽ ആരാ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല. ഈ
പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇത് ചെയ്തത് CPM ആണ്. കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത് CPM ആണെന്ന് അവസരം പുറത്തു വന്നല്ലോ, കേസെടുത്തല്ലോ. കാഫിർ സ്ക്രീൻഷോട്ട് ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത് CPM ആണ്, വർഗീയത. ഇപ്പോ ആ പെൺകുട്ടിക്കെതിരായിട്ട് അല്ലെ, ഫാത്തിമയ്ക്കെതിരായിട്ട് അവിടെ ഉണ്ടാക്കിയത് CPM ആണ്. ഈ കാസർഗോഡത്തെ CPM സ്ഥാനാർത്ഥിയാണ് ഈ മുനാഫിക് പ്രയോഗം നടത്തിയത്. CPM ആണ് വർഗീയ കാർഡ് വെച്ച് കളിക്കുന്നത്. അവരെ വർഗീയ കാർഡ് വെച്ച് കളിക്കേണ്ടവര്, വർഗീയ കാർഡ്. BJP സംസ്ഥാന അധ്യക്ഷൻ അങ്ങനത്തെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അധികാരത്തിലെത്തുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിനായിരിക്കും, 6 മന്ത്രിമാരൊക്കെ ഇപ്പൊ തന്നെ ഡീലായിട്ട്. അത് ഞങ്ങളുടെ മുന്നണിയിലെ കാര്യം അയാളാണ് തീരുമാനിക്കുന്നത്. അയാളാരാണ് ഇത് തീരുമാനിക്കുക? അല്ലെ, BJP പ്രസിഡന്റ് എന്ത് കാര്യം? ഇന്നാളെ വരെ കച്ചവടം വരുന്നു. 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായത് ഏത് പാർട്ടിയിൽ നിന്നാന്ന് പോലും ഇയാൾക്ക് അറിയാൻ പാടില്ല. ഈ രാജീവ് ചന്ദ്രശേഖരൻ 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായി. അത് ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണ്? പല പാർട്ടിയിൽ നിന്നാണ്. ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണെന്ന് ഇയാൾക്കൊന്നും അറിയത്തില്ല. ബിസിനസ്സുകാരനാണ്. അതിന്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ആകാശത്ത് നിന്ന് നൂലിൽ കേരളത്തിൽ കെട്ടിയിറക്കിയ ഒരാളെ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരണ്ട. ഞങ്ങളെ മനസ്സിലായോ? വയനാട് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് KPCC പിരിച്ച ഫണ്ടിനകത്ത് ഒരു മണ്ഡലത്തിന് ഇത്ര ലക്ഷ്യം അങ്ങനെയുണ്ട്. അതൊന്നുമില്ല, അതൊക്കെ കൊടുക്കും. പക്ഷെ പൈസ നമ്മൾ ഉദ്ദേശിച്ചത്ര പൈസ വന്നില്ല. ഞങ്ങളെ പൈസ വന്നത് അക്കൗണ്ടിലുണ്ട്. അത്ര ആരോപണം അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിനൊപ്പം ആദ്യം ഒത്തുചേരാൻ പ്രതിപക്ഷം തീരുമാനിച്ചു. അതിനുശേഷം സർക്കാരിനോട് ഒരു അക്ഷരം പോലും പറയാതെ മുസ്ലിം ലീഗ് ആദ്യം പിന്നോട്ട് പോയി, അതിനുശേഷം കോൺഗ്രസ് പിന്നോട്ട് പോയി. അല്ല, അതെന്താണെന്നറിയാം, മുഖ്യമന്ത്രിയായിട്ടുള്ള മീറ്റിംഗിന് എന്നെയും പ്രതിപക്ഷ നേതാവിനെയും വിളിച്ചിരുന്നു. അപ്പൊ അവ്യക്തത വന്നു. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ അവ്യക്തത വന്നപ്പോൾ ലീഗ് നേരെ പോയി സ്ഥലം മേടിക്കാൻ പോയി. ഞങ്ങൾ കുറച്ചുകൂടി കാത്തിരുന്നു, തരുമെന്നാ വിചാരിച്ചു. തന്നില്ല, പ്രത്യേക സ്ഥലം തന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം മേടിക്കാൻ പോയത്. അപ്പൊ പറഞ്ഞിട്ടാണല്ലോ പോയത് സ്ഥലം മേടിക്കാൻ. ഇല്ലെങ്കിൽ സർക്കാരുമായിട്ട് സഹകരിക്കുമെന്ന് എന്റെ എല്ലാ പ്രസ്താവനയും നിങ്ങൾ എടുത്തു നോക്കി. 5 കോടി മാത്രമല്ല ബാക്കി പൈസ വാങ്ങിച്ച് പുട്ടടിച്ചു എന്നാണ് ഇന്ന് പിണറായി പറഞ്ഞത്. അത് അയാളുടെ ശീലമാണ്, അദ്ദേഹത്തിന്റെ ശീലമാണ്, മുഖ്യമന്ത്രിയുടെ ശീലമാണ്. ഞാൻ പറഞ്ഞുതരാം, വാങ്ങി പുട്ടടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ശീലമാണ്. രക്തസാക്ഷികളുടെ ഫണ്ട് വരെ തട്ടിച്ച് ശീലാക്കുന്നതാണ്. പിന്നെ ചെയ്യാത്ത പ്രവർത്തിക്ക് ഫണ്ട് വാങ്ങിച്ചിട്ട് മകളുടെ അക്കൗണ്ടിലേക്ക് ഇടിപ്പിക്കുന്നതൊക്കെ മുഖ്യമന്ത്രിയുടെ ശീലം. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, അല്ലല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, ഞാനതൊന്നും പറയാത്ത ആളാ. തെരഞ്ഞെടുപ്പ് അല്ലല്ല, ചെയ്യാത്ത ജോലിക്ക് മകളുടെ അക്കൗണ്ടിലേക്ക് പൈസ മേടിച്ച് പുട്ടടിച്ചത് മുഖ്യമന്ത്രിയാണ്. മനസ്സിലായോ? പുട്ടടിച്ചത് മുഖ്യമന്ത്രിയാണ്, മകളുടെ അക്കൗണ്ടിലേക്ക് പൈസ മേടിച്ച്. എന്നെ കൊണ്ട് പഴയ കഥയൊക്കെ എടുത്ത് പറയിപ്പിക്കല്ലേ. SNC ലാവ്ലിൻ കേസിന്റെ പൈസ വന്നത് എവിടെ പോയി? SNC ലാവ്ലിൻ കൊടുത്ത കാശ് എവിടെ പോയി? എവിടെ പോയത്? എവിടേക്കാ അടിച്ചു മാറ്റിയത്? അത് പുട്ടടിച്ചതാണ് പിണറായി വിജയൻ. കണക്ക് ബാങ്കിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്, ബാങ്കിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നേക്കാന്ന്. എന്താ പ്രശ്നം? അതായത് കേട്ടോ, ഒരു ആപ്പ് വഴിയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ വന്നിരിക്കുന്നത്. ആ ബാങ്കിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എത്ര രൂപ വന്നു, എത്ര രൂപ പിൻവലിച്ചു. ഞാൻ പറഞ്ഞു, ആകെ സുധാകരനുള്ളപ്പോ പിൻവലിച്ചത് ആപ്പിന് വേണ്ടിയിട്ട്, ഇപ്പൊ പിൻവലിച്ചത് സ്ഥലം മേടിക്കാൻ വേണ്ടി. ജോയിന്റ് അക്കൗണ്ട് അവര് വിട്ടോട്ടെ, അതിനെന്താ? അവര് വിട്ടോട്ടെ. ഞങ്ങൾ യൂത്ത് കോൺഗ്രസിനെതിരെ ആക്ഷേപം വന്നു, അവര് പൈസ പിരിച്ച അവർ ഈ അക്കൗണ്ടിലേക്ക് തന്നല്ലോ, അതിന്റെ അക്കൗണ്ടിലുണ്ടല്ലോ അവര് തന്ന പൈസ പിരിച്ചത്. അല്ലല്ല, അത് നമുക്ക് നോക്കണം, അത് പരിശോധിക്കണം, അതിന്റെ അകത്ത് ഉണ്ടാവും കിട്ടിയിരിക്കുന്നത്. അത് പൊതുപ്രവർത്തകര് അത്തരം പ്രയോഗങ്ങൾ നടത്താൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ്. അല്ല, കേൾക്ക്, അത് പറയാൻ പാടില്ല. പൊതുപ്രവർത്തകര് വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. തെരഞ്ഞെടുപ്പ് കാലത്താണ്, വൈകാരികമായി സംസാരിക്കരുത്. ഈ തമാശ പറയുമ്പോഴും തമാശയ്ക്കും പരിധി ഉണ്ടാകണം. അത് ആരെങ്കിലും ദ്രോഹിക്കുന്നതോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ചെയ്യരുത്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് അതിനോട് യോജിപ്പില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനോട് യോജിപ്പില്ല. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾ അതിനൊന്നും ന്യായീകരിക്കില്ല. ഞങ്ങൾക്കൊക്കെ കൃത്യമായ നിലപാടുള്ള ആളുകളാണ്. CPMന്റെ പോലെ ഇതുപോലെ ഉരുണ്ടൊന്നും കളിക്കൂല. കൃത്യമായ സ്റ്റാൻഡ്. ഇടുക്കി DCC പ്രസിഡന്റിന്റെ ആ സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. അങ്ങനെ പറയാൻ പാടില്ല. പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കണം, വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, തെറ്റാണ്. അതാണ് കറക്റ്റ്. അത് പാർട്ടി പരിശോധിച്ച് വയനാട് MN വിജയന്റെ കുടുംബം ഈ പറഞ്ഞല്ലോ.